ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ക്ഷമിക്കണമേ, ഞങ്ങളെ വിധിക്കാതെ ഞങ്ങളെ ദുഷ്ടത്തിൽ രക്ഷിച്ചോളണമേ. എന്തുണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും തൻ്റെ ആരാധനക്കാരുടെ ശുശ്രൂഷയെ കൈക്കൊള്ളുകയും വിശ്വസ്തദാസരുടെ സേവനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങയുടെ ദാസനായ പി വി തോമി ഉപദേശി ഓർക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് നല്ല മാതൃകൾക്കുമായ സ്തോത്രം കരയേറ്റുന്നതിനും തന്ന കൃപയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിലുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുവിലുള്ള സ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് വിശ്വസിപ്പാനും ഈ വിശ്വാസം നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരേറ്റുമാറാകണമേ. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, നഷ്ടമായതിനെ ക്രിസ്തുവിൽ കൂടെ അന്വേഷിച്ച് രക്ഷിപ്പാൻ നിനക്ക് കൃപ തോന്നിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ മനുഷ്യനായി തീർന്നു. അന്ധകാരത്തിൻ്റെ വഴിയിൽ കൂടെ അവൻ ഞങ്ങൾക്ക് മുമ്പായി നടന്നു. തൻ്റെ ജീവനാലും മരണത്താലും വേദനയാലും ഞങ്ങൾക്ക് ആശ്വാസം നൽകി. തൻ്റെ മഹത്വകരമായ ഉയർത്തെഴുന്നേൽപ്പുകൊണ്ട് അവൻ മരണത്തെ ഇല്ലാതാക്കി ഞങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോയിട്ടില്ലെന്നും ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് എന്നേക്കും ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നെന്നും ഞങ്ങൾ ധൈര്യപ്പെട്ട് നിന്നിൽ സന്തോഷിക്കുവാൻ കൃപയരുളണമെന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെ നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് മരളി ചെയ്യുന്നു. 1000 സംവത്സരം ദൃഷ്ടിയിൽ ഇങ്ങനെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയും ആകുന്നു. അത് രാവിലെ തടിച്ചു വളരുന്നു, വൈകുന്നേരം അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഉയർപ്പും ജീവനുമായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്ന ഏവരെയും മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും
ഒരു നാളും മരിക്കയില്ലെന്നും മനുഷ്യവർഗത്തെക്കുറിച്ച് അരുൾ ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെ പിതാവാം ദൈവമേ, നിന്നിലുള്ള സത്യവിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ എല്ലാ ദാസീദാസന്മാർക്കു വേണ്ടിയും പ്രത്യേകമായി പീവിത്വം ഉപദേശിയുടെ ജീവിതത്തിനും സാക്ഷ്യത്തിനുമായി ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. താഴെയുള്ള പ്രാർത്ഥനകൾക്ക് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നെന്ന് പ്രതിവാക്യമായി പറയണം. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും കൂടി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയ്ക്കായി ദൈവമേ, സത്യവിശ്വാസത്തോടെയും നിന്നുള്ള പ്രത്യാശയോടും ഞങ്ങളുടെ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞ് നിന്നോട് ചേർക്കപ്പെട്ടവർക്കായും ദൈവമേ, ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തങ്ങളുടെ പ്രവർത്തനം കൊണ്ടും സാക്ഷ്യം കൊണ്ടും മാതൃക കാട്ടിയവർക്ക് വേണ്ടിയും പ്രത്യേകമായി പീവിത്വം ഉപദേശിയുടെ ജീവിതത്തിനായും സാക്ഷ്യത്തിനായും ദൈവമേ, മശിഹായെ നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ എന്ന് പ്രതിവാക്യമായി പറയണം. മശിഹായെ നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, അഗ്നിമയന്മാരും ആത്മവയന്മാരുമായ കൂട്ടങ്ങൾ ഉന്നതങ്ങളിൽ നിന്നെ സ്തുതിക്കുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും ആർത്തു ചൊല്ലുന്നു. എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ താഴ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ ദൈവത്വത്തെയും മരിച്ചവരുടെ എന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. കർത്താവേ, വിശ്വാസമുള്ള സഭയുടെ സന്താനങ്ങളായ ഞങ്ങളെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഭൂമിയിൽ നിനക്ക് ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. കർത്താവേ, നീ എഴുന്നള്ളി വഴിതെറ്റിൽ നിന്ന് സഭയെ രക്ഷിച്ചതുകൊണ്ട് സഭയും അതിൻ്റെ സകല സന്താനങ്ങളും നിന്നെ സ്തുതിച്ച് നിന്റെ ഉയർപ്പിനെ വന്ദിക്കുന്നു. എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ ഓർത്തു. എല്ലാവർക്കും ഇരിക്കാം. എന്തിനാണ് ഈ സന്ധ്യ? എന്നോ എങ്ങോ മൺമറഞ്ഞ ഒരാളിനെ ഇങ്ങനെ അനുസ്മരിക്കേണ്ടതുണ്ടോ? മാർത്തോമാക്കാർക്ക് അനുസ്മരണ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള കുറേ ഗാനങ്ങൾ, വന്ദനം യേശുപര, എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം ഇത്യാദി 150ഓളം ഗാനങ്ങൾ രചിക്കുകയും ഈണം പകരുകയും പാടുകയും ചെയ്ത ഒരു മനുഷ്യൻ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു. ആ വരികളിലെ സുതാര്യത, ആ വരികളുടെ ദൈവശാസ്ത്രം, ആ വരികളിലെ സംഗീതം, ആ വരികളിലെ ഹൃദയത്തുടിപ്പ് ഒക്കെ എത്ര ഗംഭീരമാണെന്നോ. അവയൊക്കെ ഒരു കൊച്ചു ആയുസിനുള്ളിൽ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു ചെറിയ മനുഷ്യൻ ഈ നാട്ടുകാരനായിരുന്നു എന്നത് എത്ര പേർക്കറിയാമായിരുന്നു? മാർത്തോമാ സഭയ്ക്ക് സ്വന്തമായി ഒരു പാട്ടുപുസ്തകം ഇല്ലാതിരുന്ന സമയത്ത് സ്വന്തമായി വിശുദ്ധ ഗീതങ്ങൾ എന്ന പേരിൽ ഒരു പാട്ടുപുസ്തകം പ്രസിദ്ധീകരിച്ച സുവിശേഷ, വെൺമഴു, ആത്മോപകാരി ആദിയായ മാസികകളിൽ എഴുതിയും പത്രാധിപരായിരുന്നും സാഹിത്യ സപര്യ നടത്തിയ ഒരു മനുഷ്യൻ ഇന്നാട്ടുകാരനായിരുന്നു എന്ന് ഈ തലമുറയിൽ എത്ര പേർ അറിഞ്ഞിരുന്നു? സ്വതവേ സാമ്പത്തിക മെച്ചമില്ലാതിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആ ചെറുപ്പക്കാരൻ കുടുംബം പുലർത്താൻ സ്കൂൾ അധ്യാപകനായി ജോലി നോക്കിയിരുന്നെങ്കിലും സുവിശേഷത്തിൻ്റെ ഉൾവിളിയാൽ തനിക്കുള്ളതെല്ലാം ക്രിസ്തു നിമിത്തം ചപ്പെന്നും ചവറെന്നും എണ്ണി ജോലി ഉപേക്ഷിച്ച് പൂർണ്ണസമയ സുവിശേഷകനായി തീർന്ന ഒരു ആധുനിക പൗലോസ് ഈ മണ്ണിൻ്റെ മകനാണെന്ന് എത്ര പേർ അറിഞ്ഞു? കിട്ടുന്നതെല്ലാം ദാനം ചെയ്തും മറ്റുള്ളവരിൽ നിന്ന് ശേഖരിച്ചും ആവശ്യക്കാരുടെ നല്ല ശമരിയാക്കാരനായിരുന്ന ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്കറിയാമോ?
നാടെങ്ങും പടർന്നു പിടിച്ച കോളറ അനേകം ആളുകളെ യമപുരിയിലേക്ക് അയച്ചു. ആരും അടുക്കാൻ അറയ്ക്കുന്ന ആ സമയത്ത് ജാതിമത ഭേദമന്യേ എല്ലാ രോഗികളെയും ശുശ്രൂഷിക്കാൻ ഓടി നടന്ന ഒരു കരുണാസാഗരത്തെ നാം വിസ്മരിക്കാൻ പാടുണ്ടോ? ഒടുവിൽ ഫാദർ ഡാമിയനെ പോലെ ഈ രോഗികളിൽ ഒരാളായി ആ രോഗം ബാധിച്ച് എരിഞ്ഞടങ്ങിയ ആ തേജോഗോളത്തെ നാം അനുസ്മരിച്ചില്ലെങ്കിൽ അത് കൃതജ്ഞതയല്ലാതെ എന്താണ്? അതെ, ഇന്നത്തെ തലമുറയെ തൊമ്മി എന്ന ബഹുമുഖ പ്രതിഭയെ പരിചയപ്പെടുത്തുകയാണ് ഈ സന്ധ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത ചക്രം നന്നായി ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ ഒരു ടെലിഫിലിം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരു ഡോക്യുമെൻ്ററി മാത്രമേ കാണിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ചേർത്തൊരു CD തയ്യാറാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ. അതിന് ഔപചാരികമായ ഒരു ഉദ്ഘാടനം മാത്രമേ ഇന്ന് നടക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ജീവചരിത്രവും ചേർത്ത ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കല്ലറ പ്രത്യേകമായി നാം തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാ വർഷവും ജൂലൈ മാസം 2-ാം ഞായറാഴ്ച തൊമ്മി അനുസ്മരണവും വിവിധ പരിപാടികളും പ്ലാൻ ചെയ്യുകയാണ്. തൊമ്മി ഉപദേശി പാർത്തിരുന്ന വീടിന് മുമ്പിലുള്ള റോഡിന് തൊമ്മി ഉപദേശി റോഡ് എന്ന് നാമകരണം ചെയ്യാനുള്ള ക്രമീകരണമൊക്കെ ചെയ്തു കഴിഞ്ഞു. മനോഹരമായ ഗാനസന്ധ്യ ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്, ഒരു ഗാന വിരുന്ന്. ഇങ്ങനെയൊക്കെയല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമുക്ക് ആദരിക്കാനാവൂ? ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി തർക്കമില്ല, മറ്റാരുമല്ല, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി തന്നെ. ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ പരമാധ്യക്ഷനായ അദ്ദേഹത്തിൻ്റെ തിരക്ക് അനുക്ത സിദ്ധമാണ്. ആ തിരക്കുകൾക്കിടയിലും ഈ നാടിൻ്റെ പുത്രനായ തിരുമനസ് ഈ നാടിൻ്റെ തന്നെ സ്മര്യപുത്രനെ ആദരിക്കുവാൻ എത്തിച്ചേർന്നത് എന്തുകൊണ്ടും അർത്ഥപൂർണമാണ്. അദ്ദേഹം കാതോലിക്ക ബാവ ആയതിനു ശേഷമുള്ള ഈ ഇടവകയിലേക്കുള്ള ആദ്യ സന്ദർശനം കൂടിയാണ് ഇത്. ഓടി നടന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചാരുത അസൂയാവഹമാണ്. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സ്ഥാനലബ്ധിയിലും നേതൃത്വത്തിലും അഭിമാനം കൊള്ളുന്നു. സഭയെ ദീർഘകാലം വീക്ഷണത്തോടെ നയിക്കുവാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും സഹർഷം വിനയപൂർവം ഈ യോഗത്തിലേക്കും ഈ ധ്യാന നിമിഷത്തിലേക്കും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അഭിമന്യ ഡോക്ടർ യുവാക്യം മാർ കൂർലോസ് എപ്പിസ്കോപ്പ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷനാണ്. പുതിയ ഭദ്രാസനത്തിലെ ആദ്യ അധ്യക്ഷൻ. പുത്തൻ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും, പുതുതായി പാത തെളിക്കേണ്ടി വരും. ഏത് വെല്ലുവിളികളെയും സുധീരമായി നേരിടാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വം ആ ഭദ്രാസനത്തിൻ്റെ വളർച്ചയ്ക്ക് അനുഗ്രഹമാകട്ടെ. ഈ ഇടവകയുടെ അംഗമെന്ന നിലയിൽ തൊമ്മി ഉപദേശിയുടെ ഇളം തലമുറക്കാരനാണ് അദ്ദേഹം. തൊമ്മി ഉപദേശിയുടെ ഗാനവൈശിഷ്ട്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. മറ്റെല്ലാറ്റിലും തൊമ്മി ഉപദേശിയോട് തോള് ചേർന്ന് നിൽക്കും. ഞങ്ങളുടെ പ്രിയങ്കരനായ തിരുമേനിയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ. ഇന്നലെ രാത്രിയിലാണ് ഇവിടെ നിന്ന് പോയത്. അദ്ദേഹം ഇന്ന് കുർബാന കഴിഞ്ഞ് തിരികെ ഇതിനു വേണ്ടി മാത്രം വരികയാണ്. വന്നിട്ട് ഇപ്പോൾ തന്നെ തിരികെ പോവുകയും ചെയ്യും. അദ്ദേഹം ഇവിടെ ഏറ്റവും അടുത്ത് വന്നു, തൃശ്ശൂർ കഴിഞ്ഞു, യാത്രയിൽ ആണ്. അദ്ദേഹത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനാകുവാൻ അദ്ദേഹത്തിനാണ് ദൈവനിയോഗം ലഭിച്ചത്. അദ്ദേഹത്തെ വിനയപുരസരം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
അഭിമന്യ ജോസഫ് മാർ കൂർലോസ് വലിയ മെത്രാപ്പോലിത്തായും ഈ നാടിൻ്റെ അഭിമാനവും തൊമ്മി ഉപദേശിയുടെ ഒരു അയൽക്കാരനുമാണ്. 60ൻ്റെ നിറവിലായ അഭിവന്ധ്യ മെത്രാപ്പോലിത്തായുടെ ചുറുചുറുക്ക് കണ്ടു തന്നെ അറിയണം. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് 60 പെൺകുട്ടികളുടെ വിവാഹം അദ്ദേഹം ക്രമീകരിച്ചിരിക്കുകയാണ്. മറ്റെന്തെല്ലാം സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തുന്നു. ഈ സന്ധ്യയുടെ കാര്യത്തിൽ അദ്ദേഹം പ്രത്യേകം താല്പര്യം കാണിക്കുകയും ചെയ്തു. സ്നേഹാദരവുകളോടെ അഭിവന്ധ്യ തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബാബു എം പാലിശ്ശേരി MLA നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഓടി എത്തുന്ന ആളാണ്. അദ്ദേഹം നമ്മളിൽ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തെ അസാന്നിധ്യത്തിലാണെങ്കിലും വേഗം എത്തിച്ചേരും. ഈ യോഗത്തിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ശ്രീ CP ജോൺ നമ്മുടെ സ്വന്തമാണ്. അദ്ദേഹമാണ് നമ്മുടെ ഒരു അംഗമാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഇതെല്ലാം നടത്തുന്നതും. ഈ ദേശവാസിയും നമ്മളിൽ ഒരാളുമാണ് അദ്ദേഹം. എന്താവശ്യത്തിനും നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അദ്ദേഹത്തെ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. ചെറുവത്തൂർ ട്രസ്റ്റ് ചെയർമാനും തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാനും അതിലുപരി ഈ ദേശത്തെ ആതുര ശുശ്രൂഷകൾക്കും ദീനാനുകമ്പയ്ക്കും ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന ശ്രീ CC തമ്പി നമുക്ക് ആശംസാ പ്രസംഗം നടത്തുന്നു. അദ്ദേഹത്തെ കണ്ടുമുട്ടുക വളരെ പ്രയാസമാണ്. അടുത്ത നിമിഷത്തിൽ എവിടെയാണെന്ന് അറിയില്ല. ഹോളിഡേ ഇൻ ഗ്രൂപ്പിൻ്റെയും ഒക്കെ ചെയർമാനാണ് അദ്ദേഹം. ഈ ഇടവക ആരംഭിച്ചിരിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, പകൽ വീട് എന്നിവയ്ക്ക് അദ്ദേഹത്തിൻ്റെ സഹായം ഞങ്ങൾ കാക്ഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും സഹായവും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. രോഗികളെയും വൃദ്ധരെയും കൊണ്ടുവരുവാനും തിരികെ എത്തിക്കുവാനും തീർച്ചയായും ഞങ്ങൾ ഒരു വാഹനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിലും വരാമെന്ന് സമ്മതിച്ചതിലുള്ള സന്തോഷം പ്രകാശിപ്പിച്ചുകൊണ്ട് ശ്രീ CC തമ്പിയെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ഫിൽജോ വർഗീസ് ഞങ്ങളുടെ വാർഡ് കൗൺസിലറാണ്. ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ വന്ന ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തി. ഒക്കെ ശരിയാണ്. അതിൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ടാണ് അദ്ദേഹം ഇന്നലെ ഇവിടെ നിന്ന് പോയത്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സഹകരണമുണ്ട്. ഈ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് ആശംസ അർപ്പിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. PB തൊമ്മി ഉപദേശിയുടെ ബന്ധുക്കളായി ചിലർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏക മകൾ അന്നമ്മയുടെ 5 മക്കളിൽ ഒരു മകൻ അദ്ദേഹമാണ് ജോൺ സാം. ഒന്ന് എഴുന്നേറ്റ് നിന്നാണ്. കൊച്ചുമകൻ മകനുമാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നോ. സാം ജോൺ. എബ്രഹാം. അതുപോലെ തന്നെ തൊമ്മി ഉപദേശിയുടെ മകളുടെ ഒരു മകൾ കോട്ടയത്തിനടുത്ത് താമസിക്കുന്നു. ആ മകളുടെ മകനാണ് ഡോക്ടർ എബ്രഹാം. അദ്ദേഹം ഡൽഹിയിലാണ്. പവർ വിഷൻ്റെ MD ആണ്. അദ്ദേഹം ഡൽഹിയിൽ ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം അവിടുന്ന് വരികയും ഇന്ന് വൈകിട്ട് തിരികെ പോവുകയാണ്. അദ്ദേഹം തിരികെ ഡൽഹിക്ക് തന്നെ മടങ്ങുകയാണ്.
ഈ കാര്യം അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഡൽഹിയിൽ നിന്ന് എത്തിച്ചേർന്നാണ്. അദ്ദേഹം നമുക്കൊരു ആശംസാ പ്രസംഗം നടത്തുന്നതുമാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ ഇനിയും ചിലർ വരാനുണ്ട്. അവർ ഓൺ ദ വേ ആണ്. അവർ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്തുന്നതാണ്. അതേസമയം തൊമ്മി ഉപദേശിയുടെ ഒരു ബന്ധുക്കൾ നമ്മുടെ ഇടവകയിൽ തന്നെ ഉണ്ട്. തൊമ്മി ഉപദേശി ഇവിടെ മാത്യു ഉപദേശി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന ആളാണ്. മാത്യു ഉപദേശിയുടെ അമ്മയുടെ ആങ്ങളെയാണ് തൊമ്മി ഉപദേശി. അപ്പോൾ മാത്യു ഉപദേശിയുടെ 2 മക്കൾ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. ഈ ഇടവകാംഗങ്ങൾ തന്നെയാണ്. അവരെയും എനിക്ക് പരിചയപ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ട്. ഡേവിസ് മാത്യു എഴുന്നേറ്റ് നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് അടുത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ മേരിക്കുട്ടി ഇരുന്നാൾ. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവരൊക്കെ തന്നെ PV തൊമ്മി ഉപദേശിയുടെ കുടുംബത്തിൽ പിറന്നു എന്ന ഒറ്റ കാരണത്താൽ ധന്യരാണ്, ആദരണീയരാണ്. ആലുവയിൽ നിന്നും കളമശ്ശേരിയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ എത്തിച്ചേർന്ന ഇവരെയൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. റവറൻ സാജു സി പാപ്പച്ചൻ അച്ഛൻ ഇന്നത്തെ വിശുദ്ധ കുർബാന കോട്ടയത്ത് അർപ്പിച്ചതിന് ശേഷം അതിശീഘ്രം യാത്ര ചെയ്ത് ആണ് ഇവിടെ എത്തിച്ചേർന്നത്. അച്ഛനാണ് അനുസ്മരണ ശുശ്രൂഷ എഴുതി തയ്യാറാക്കിയത്. അച്ഛനും തൊമ്മി ഉപദേശിയുടെ ഒരു അയൽക്കാരനായി പിറന്നു എന്ന കാരണത്താൽ ഭാവിയിൽ അറിയപ്പെടും. ഉത്തുംഗ ശൃംഗങ്ങളിൽ പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട റെജി ഡാൻ കെ ഫിലിപ്പോസ് അച്ഛൻ നമ്മുടെ മാർത്തോമാ സെൻറ്ററിൽ ഇപ്പോൾ അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ്. അച്ഛന് ഈ തൊമ്മി ഉപദേശിയുടെ പാട്ടുകളിലുള്ള യേശുക്രിസ്തുവിനെയും അതിൻ്റെ വേറെ ചില രംഗങ്ങളും ഇവിടെ ചിത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹം അദ്ദേഹം സ്വന്തമായിട്ട് വരച്ച് കൊണ്ടുവന്ന പടങ്ങൾ ഇവിടെയുണ്ട്. ആ പടങ്ങൾ നിങ്ങൾ കണ്ടതിന് ശേഷമേ പോകാവൂ. അതിഗംഭീരമാണ് ആ പടങ്ങളൊക്കെ. അദ്ദേഹത്തോടെ ഇത് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ ആ ചിത്രങ്ങളൊക്കെ വരച്ച് കുറേ ദിവസങ്ങളെടുത്താണ് ചിത്രങ്ങളൊക്കെ വരച്ചത്. അത് ഇവിടെ അച്ഛന് എത്തിച്ചിട്ടുണ്ട്. അച്ഛനോട് പ്രത്യേകം സന്തോഷം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പമായിട്ട് നമ്മുടെ മുൻ വികാരി, ഈ ഇടവകയിലെ മുൻ വികാരിമാരായി റവറൻ PM എബ്രഹാം, റവറൻ സഖറിയ ജോൺ എന്നിവർ ഇവിടെ എത്തിച്ചേർന്നു. എല്ലാവരെയും ക്ഷണിച്ചതാണ്. എന്നാൽ അസൗകര്യങ്ങൾ കാരണം പലർക്കും വരാൻ പറ്റിയില്ല. 2 പേരെങ്കിലും എത്തിച്ചേർന്നു. വളരെ സന്തോഷമുണ്ട്. അവരെ 2 പേരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സെൻറ്ററിൽ റവറൻ ഡോക്ടർ G സാമുവൽ, റവറൻ റോയ് P തോമസ്, റവറൻ വർഗീസ് ചെറിയാൻ, ജോൺ ഫിലിപ്പച്ചൻ ഉടനെ എത്തിച്ചേരും വന്നോ? ശരി, ഞാൻ അറിയാതെ വന്നതാണ്. എന്നീ അച്ഛന്മാരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരി സഭകളിലെ വൈദികർ, അവർ നമ്മുടെ ക്ഷണം വളരെ കാര്യമായി സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. തൊമ്മിപ്പാട്ടുകൾ പഠിക്കാൻ എത്ര രാവുകളും പകലുമാണ് ഞങ്ങളുടെ ഗായകസംഘാംഗങ്ങൾ ചെലവഴിച്ചതെന്നോ. അവർക്ക് നേതൃത്വം നൽകിയ ഷൈജു സി പാപ്പച്ചൻ, CU സണ്ണി, TS ഗിൽബർട്ട് എന്നിവരോടും രാവും പകലും ഈ പ്രോഗ്രാമിന് വേണ്ടി അധ്വാനിച്ച എല്ലാ കുഞ്ഞുങ്ങളോടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരെ ഹർഷാരവത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ കുട്ടികൾ ഒരു പാട്ട് പാടുന്നുണ്ട്. തൊമ്മി ഉപദേശിയുടെ ഒരു പാട്ട് അവരും പാടുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സെൻറ്റർ തലത്തിൽ തൊമ്മിപ്പാട്ടുകളുടെ മത്സരം നടന്നു, പ്രബന്ധ മത്സരം നടന്നു. ഈ വിജയികളെ പ്രത്യേകമായി അനുമോദിക്കുന്നു. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
വിവിധ തുറകളിലും സമുദായങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന അനേകർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. മണ്ണാർക്കാട്ട് നിന്നും ചൂര്യോട്ട് നിന്നും ഒക്കെ ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി വന്നു. കൊല്ലത്ത് നിന്ന് ഒരാൾ യാത്രയിലാണ്, അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. ഈ വാർത്ത അറിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പരിപാടി എല്ലാവരും കൂടെ അങ്ങ് ഏറ്റെടുത്തു എന്നത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു സംഗതിയാണ്. നിങ്ങളോട് എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുകയും ഒറ്റ വാക്കിൽ ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയും ചെയ്യുന്നു. പവർ വിഷൻ ചാനൽ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഈ പ്രോഗ്രാമൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയ സ്നേഹിതർ ആദ്യമായവരോടൊക്കെയുള്ള നന്ദിയും സന്തോഷവും ഈ സമയത്ത് പ്രകാശിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഞങ്ങളുടെ മീഡിയക്കാർ, പത്രം, അതുപോലെ തന്നെ ലോക്കൽ ചാനലൊക്കെ ഞങ്ങൾക്ക് നല്ല കവറേജാണ് തന്നത്. അപ്പോൾ അവരോടൊക്കെ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. അത് ഞാൻ ഈ സമയത്ത് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. മിസ്സസ് മറിയാമ്മ തമ്പി നമ്മുടെ ഡോക്ടർ ആർ എബ്രഹാമിൻ്റെ സഹോദരിയാണ്. ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എവിടെയാണ് വീട്? ചിങ്ങവനത്തു നിന്നാണ് വന്നത്. എത്ര ദൂരെയാണ് ഈ മഴയത്തുനിന്ന് വന്നത് അല്ലേ? ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ അവിടുത്തെ പ്രവർത്തകയാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതിലൊക്കെ ഉപരി ഈ ഇടവകയിലെ കുറേ മാസങ്ങളായി 8-10 കമ്മിറ്റികൾ ഞങ്ങളുടെ ട്രസ്റ്റിമാരുടെയും സെക്രട്ടറിയുടെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അഹോരാത്രം പരിശ്രമിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിലൊക്കെ എത്ര സമയം അവരിവിടെ ഉണ്ടായിരുന്നു. ഈ പരിപാടിയുടെ വിജയത്തിന് അഹോരാത്രം അവർ പ്രവർത്തിച്ചു. പേരെടുത്ത് പറയുന്നില്ല സമയത്തിൻ്റെ ചുരുക്കത്താൽ. അവരെ എല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ ഈ സമയത്ത് ഓർക്കുന്നു. അവരാണിതെല്ലാം ചെയ്തത്. അവരോട് ഏറെ കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. അവരാകെ ക്ഷീണിച്ചു, ഓടി അവർ ക്ഷീണിച്ചു. ഇനി അവർ നാളെ മുതൽ അല്പം ആശ്വസിക്കട്ടെ. അവരെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വന്നു ചേർന്ന നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ സാങ്കത്യം വിശദമാക്കുകയും അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുകയും ചെയ്ത റവറൻഡ് പ്രസാദ് വി കുഴിയത്തച്ഛനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനായ നമ്മുടെ ഇടവകാംഗവും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷനുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ യുയാക്കി മാർ കൂർലോസ് മെത്രാപ്പോലിത്തയാണ്. നമ്മുടെ അഭിമാന സ്തംഭമായിരിക്കുന്ന തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പ്രദേശത്തിൻ്റെ അഭിമാനമായ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്യ ജോസഫ് മാർ കൂർലോസ് വലിയ മെത്രാപ്പോലിത്ത തിരുമേനി, വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ഈ സമ്മേളനം വളരെ വ്യത്യസ്തമാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട തൊമ്മി ഉപദേശിയെ അനുസ്മരിക്കുന്ന ദിവസം. എന്തുകൊണ്ടാണ് ഈ അനുസ്മരണം താമസിച്ചു പോയത് എന്നറിഞ്ഞുകൂടാ. തൻ്റെ ജീവിതം കൊണ്ടും താൻ എഴുതിയ ഗാനങ്ങൾ കൊണ്ടും തികച്ചും വ്യത്യസ്തമായ ജീവിതശൈലി കൊണ്ടും ഒരു കാലത്തും മറക്കാനാവാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായിത്തീർന്ന തൊമ്മി ഉപദേശിയെ അനുസ്മരിക്കുക എന്നുള്ളത് തികച്ചും അഭിനന്ദനാർഹമാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാത്ത മലയാളികളോടടുത്ത് ഒരു ദിവസമെങ്കിലും ആ പാട്ടുകൾ പാടാത്ത ആളുകളുണ്ടാകില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്തതിശയമേ വന്ദനമേശ്വര എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായും തുടങ്ങുന്ന പാട്ടുകൾ. എത്രയോ പാട്ടുകൾ ഇതിനോടകം എഴുതി എല്ലാം വിസ്മരിച്ചു കളഞ്ഞു.
എന്നാൽ ഈ പാട്ടുകളൊന്നും തന്നെ ഇന്നും വിസ്മരിക്കാതെ എല്ലാവരും പാടുന്ന ഗാനങ്ങളായി തീർന്നിരിക്കുന്നത് തന്നെ ആ വ്യക്തിത്വത്തിൻ്റെ പ്രഭ എടുത്തു കാട്ടുന്നതാണ്. ആഴത്തിലുള്ള ദൈവബോധം, തനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു പോലും നഷ്ടപ്പെടുത്തി പൂർണ്ണസമയം കർത്താവിനോട് വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ച വലിയ വ്യക്തി. കർത്താവിനോടുള്ള വലിയ ബന്ധത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ എഴുതപ്പെട്ടതാണ് ഓരോ ഗാനങ്ങളും. ആ ഗാനങ്ങൾ പാടാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ ആ ആഴത്തിലുള്ള ദൈവബോധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. ഗാനങ്ങൾ എഴുതി പ്രസംഗിച്ചു എന്നത് മാത്രമല്ല ആ വ്യക്തിത്വത്തിൻ്റെ മഹത്വം. ഈ നാട്ടിൽ കോളറ ബാധിച്ച സമയത്ത് സ്വയം മറന്ന് ഫാദർ ഡാമിയാനെ പോലെ അവരെ ശുശ്രൂഷിക്കാനായി മറ്റുള്ളവർ അറച്ചു നിന്നപ്പോൾ മുൻപിട്ടിറങ്ങി അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ്. കോളറ ബാധിച്ച് 38-ാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്രയാകുകയും ചെയ്തു. നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴും ദൈവരാജ്യ മൂല്യങ്ങളും ലോകത്തിൻ്റെ മൂല്യങ്ങളും തമ്മിൽ വലിയൊരു ടെൻഷനുണ്ട്. ലോകത്തിൻ്റെ മൂല്യങ്ങൾ എപ്പോഴും പവർ, പ്ലഷർ, പ്രോസ്പെരിറ്റി എന്നിവയോട് ബന്ധപ്പെട്ടതാണ്. ദൈവരാജ്യ മൂല്യങ്ങൾ എപ്പോഴും സർവീസ്, സഫറിങ്, സാക്രിഫൈസ് എന്ന് തുടങ്ങിയവയാണ്. ഇത് തമ്മിലുള്ള ടെൻഷനുള്ളപ്പോൾ സാധാരണ എല്ലാവർക്കും ലോകത്തിൻ്റെ മൂല്യങ്ങളെ പിൻപറ്റുവാനാണ് ഇഷ്ടം. എന്നാൽ